ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോധ്യായഃ സാംഖ്യയോഗഃ. ഹരി ഓം. ഭഗവത്ഗീത പഠനത്തിന്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് നാം 1ാം അധ്യായം ഭംഗിയായി പൂർത്തിയാക്കി. ഇനി സാംഖ്യയോഗമെന്ന 2ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അർജുന വിഷാദയോഗമെന്ന 1ാം അധ്യായവും എല്ലാ അധ്യായങ്ങളുടെയും അവസാനത്തിൽ നാം ജപിക്കാറുള്ള ഒരു സങ്കല്പവാക്യവും, അതായത് ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്നുള്ള ഈ സങ്കല്പവാക്യവും അതിൻ്റെ അർത്ഥവും നമ്മൾ ഇതുവരെ കണ്ടു. ഇനി നമ്മൾ ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട സാംഖ്യയോഗം എന്ന 2ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഒരു ചെറിയ ആമുഖത്തോടു കൂടി തുടങ്ങാം. സാംഖ്യയോഗം എന്നാണ് ഗീതയുടെ 2ാം അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. സാംഖ്യയോഗം എന്നാൽ ജ്ഞാനയോഗമെന്ന അർത്ഥമാണ് ആചാര്യന്മാർ പറയുന്നത്. ഭഗവത്ഗീതയുടെ മുഴുവൻ സംഗ്രഹമായതുകൊണ്ട് ഗീതാ വിഷയ സംഗ്രഹമെന്നും 2ാം അധ്യായത്തിന് പറയാറുണ്ട്. എങ്ങനെയാണ് 2ാം അധ്യായം ഗീതാ വിഷയ സംഗ്രഹമാകുന്നതെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കൂടുതലായി ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഈ അധ്യായത്തിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങൾ അർജുനന്റെ വിഷാദവും ആ വിഷാദം എങ്ങനെയാണ് അർജുന ശരണാഗതിയായി മാറുന്നത് എന്നും പറയുന്നു. 11 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങൾ സാംഖ്യയോഗം, അതായത് ജ്ഞാനയോഗമാണ്. 47 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങൾ കർമ്മയോഗമാണ്. 61 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങൾ ഭക്തിയോഗവും. അവസാനത്തെ 2 ശ്ലോകങ്ങൾ 71 72 ശ്ലോകങ്ങൾ സന്യാസയോഗവുമാണ് പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ 2ാം അധ്യായം ഭഗവത്ഗീതയുടെ സംഗ്രഹമാകുന്നു. 1ാം അധ്യായത്തിന്റെ അവസാനത്തിൽ, അതായത് ശ്ലോകം 47-ൽ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, ഏവമുക്ത്വാർജുനഃ സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഇങ്ങനെ പറഞ്ഞ് അർജുനൻ യുദ്ധഭൂമിയുടെ നടുവിൽ അമ്പും വില്ലും താഴെ വെച്ച് ശോകാകുല ചിത്തനായി തേർത്തട്ടിലിരുന്നു എന്നാണ് 2ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞുകൊണ്ട് ആ അധ്യായം ഉപസംഹരിച്ചത്. ഇങ്ങനെ പറഞ്ഞ് അർജുനൻ യുദ്ധഭൂമിയുടെ നടുവിൽ ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, കൈകളിൽ ആയുധമേന്തിയ ധൃതരാഷ്ട്രപുത്രന്മാർ, അതായത് കൗരവർ, നിരായുധനും പ്രതികരിക്കാത്തവനുമായ എന്നെ ഈ യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലുകയാണെങ്കിൽ പോലും എനിക്ക് അത് കൂടുതൽ ഗുണകരമായിരിക്കും, ശ്രേയസ്കരമായിരിക്കും. കാരണം എന്തുകൊണ്ടും ഈ യുദ്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു അർജുനന്റെ തീരുമാനം. ഇത് ഭഗവാനോട് അറിയിക്കുകയാണ് 1ാം അധ്യായത്തിന്റെ അവസാനത്തിൽ നാം കണ്ടത്. ഇത് നമ്മൾ വളരെ വിശദമായി കണ്ടു. അർജുനന്റെ വിഷാദവും അർജുനൻ രാഗം, ശോകം, മോഹം ഇങ്ങനെയുള്ള ഈ 3 തലത്തിൽ കൂടെ കടന്നു പോകുന്നതും അർജുനന്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണും ഇതെല്ലാം 1ാം അധ്യായത്തിൽ നമ്മൾ വിശദമായി കണ്ടതാണ്. ഈ സത്വഗുണസമ്പന്നനായിട്ടുള്ള ധീരനായ അർജുനന് ഇങ്ങനെ ഒരു വിഷാദം എങ്ങനെ പിടിപെട്ടു? ഇത് നമ്മൾ 1ാം അധ്യായത്തിൽ വിശദമായി കണ്ടതാണ്. എങ്കിലും ഒന്നുകൂടി ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. 1ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. യുദ്ധത്തോടുള്ള ഭയമായിരുന്നില്ല അർജുനന്റെ പ്രശ്നം.
എന്തായിരുന്നു അർജുനന്റെ പ്രശ്നം? ബന്ധുക്കളോടും സ്വജനങ്ങളോടും യുദ്ധം ചെയ്യുവാനുള്ള വിമുഖതയായിരുന്നു അർജുനന്റെ പ്രശ്നം. സ്വജനത്തെക്കുറിച്ചുള്ള മമതയാണ് മുഖ്യമായും അർജുനനെ തളർത്തിയത്. ഇത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. അർജുനനെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ള കൃഷ്ണന് അറിയാം ഇത് കുന്തിപുത്രനായ അർജുനന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ തന്നെ എക്കാലത്തെയും പ്രശ്നമാണ്. അതിനുള്ള ഉപദേശം മനുഷ്യരാശിക്ക് മുഴുവനായി അർജുനനിലൂടെ തന്നെ ഭഗവാൻ പറഞ്ഞു തരികയാണ്. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് അർജുനൻ നിമിത്തീകൃത്യ എന്നാണ്. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഗീത മനുഷ്യരാശിക്കു വേണ്ടി ഉപദേശിച്ചു തന്നു എന്നാണ്. അതുകൊണ്ടാണ് ഗീതയുടെ സന്ദേശം എക്കാലവും ഒരുപോലെ പ്രസക്തമായിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്നവർക്കും ജാതിമത ഭേദമന്യേ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉതകുന്നതാണ് ഗീതയിലെ തത്വശാസ്ത്രം. രംഗനാഥാനന്ദ സ്വാമിജിയുടെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, ലൗകികതയുടെ താഴ്വരയിൽ നിന്നും ആധ്യാത്മിക ചിന്തയുടെ കൊടുമുടിയിലേക്കാണ് ഭഗവാൻ നമ്മെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് ഗീതയിലൂടെയുള്ള യാത്രയിലെ അനുഭവം എന്നാണ് സ്വാമിജി പറയുന്നത്. പരമാർത്ഥാനന്ദ സ്വാമിജി പറഞ്ഞു തരുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. സ്വാമിജി പറയുന്നത് സാർവജനീനമായ ഒരു പ്രശ്നമാണ്, അതായത് യൂണിവേഴ്സൽ പ്രോബ്ലമാണ് അർജുനന്റേത്. ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചതും സാർവജനീനമായ പരിഹാരമാണ്, യൂണിവേഴ്സൽ സൊല്യൂഷനാണ്. ജീവിതത്തിൽ വിജയവും പരമമായ സ്വാതന്ത്ര്യവും നേടണമെന്നാഗ്രഹിക്കുന്ന എല്ലാ സാധാരണ മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഗീതയിലെ സന്ദേശം. അതിന് പ്രധാനമായ 4 പടികളാണ് പരമാർത്ഥാനന്ദ സ്വാമിജി കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ തനിക്കൊരു പ്രശ്നമുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. രണ്ടാമതായി അതിൽ നിന്നും പുറത്തു വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. മൂന്നാമതായി തൻ്റെ പ്രശ്നം സ്വയം പരിഹരിക്കാൻ ആവുന്നതല്ല എന്ന് ബോധ്യം വരിക. നാലാമതായി തൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ തന്നെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ ശരണാഗതി പ്രാപിക്കുക. ഈ 4 പടികളാണ് പരമാർത്ഥാനന്ദ സ്വാമിജി പറഞ്ഞു തരുന്നത്. ഇത് ആലോചിച്ചു നോക്കിയാൽ നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നതാണ്, ഒട്ടും വിഷമമില്ലാത്ത കാര്യമാണ്. അതായത് ആദ്യം തന്നെ പലപ്പോഴും നമ്മൾക്ക് ഈ ആദ്യത്തെ ഒരു പടി തന്നെ നമ്മൾക്കെല്ലാം മിസ് ചെയ്യുന്നത്. ഒരു പ്രശ്നമുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക, പിന്നെ അതിൽ നിന്നും പുറത്തു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. പിന്നെയാണ് ഇത് പരിഹരിക്കാൻ പറ്റില്ല, മറ്റൊരാളുടെ സഹായം വേണമെന്നറിയുക. പിന്നെ നമ്മൾക്ക് ഭഗവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിന് കഴിവുള്ള ഒരു ഗുരുസന്നിധിയിൽ ചെല്ലുകയും അവിടെ ശരണാഗതി പ്രാപിക്കുകയും ചെയ്യും. ഈ 4 പടികളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനാവുകയുള്ളൂ. ഭഗവത്ഗീതയിലെ തത്വശാസ്ത്രം ശരിക്കും മനസ്സിലാക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ 4 പടികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. മനുഷ്യ മനഃശാസ്ത്രം നമ്മുടെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയിടത്തോളം ഒരു ഭൗതിക ശാസ്ത്രങ്ങളും തൊട്ടറിഞ്ഞിട്ടില്ല. ഇത് ഉറപ്പായി പറയുന്നു നമ്മളുടെ ആചാര്യന്മാരെല്ലാം. അവർ തങ്ങളുടെ തപസ്സിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ഏറ്റവും ലളിതമായി പ്രായോഗികമായി നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ പറയുന്ന ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസരും ബംഗാളി നാടകവേദിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഗിരീഷ് ചന്ദ്രഘോഷും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ച് വചനാമൃതത്തിൽ വളരെ ഹൃദയസ്പർശിയായി പറയുന്നുണ്ട്. ഗിരീഷ് ചന്ദ്രഘോഷ് ഒരു വലിയ കലാകാരനായിരുന്നു, പുരോഗമനവാദിയായിരുന്നു, ഒരു എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഗിരീഷ് ചന്ദ്രഘോഷ് എല്ലാ ദിവസവും രാമകൃഷ്ണദേവനെ കാണാൻ വരും, ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യും. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും തനിക്ക് ഈശ്വരനിൽ മനസ്സുറപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം നിസ്സഹായനായി രാമകൃഷ്ണദേവനോട് പറഞ്ഞു, ഠാക്കൂർ, അങ്ങനെയാണ് ദക്ഷിണേശ്വരത്തെ ജനങ്ങൾ പരമഹംസദേവനെ വിളിച്ചിരുന്നത്, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്കാവുന്നില്ല, എന്തെങ്കിലും വഴി പറഞ്ഞു തരൂ.
രാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ നല്ലവണ്ണം ശ്രമിച്ചോ? നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെയധികം ശ്രമിച്ചു, പക്ഷെ എന്നെക്കൊണ്ട് ആവുന്നില്ല. എൻ്റെ വരുതിക്ക് നിൽക്കുന്നതേയില്ല എൻ്റെ മനസ്സ്. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ആ മനസ്സ് എനിക്ക് തീരെഴുതി തരൂ, എന്നെ ഏൽപ്പിക്കൂ, അതിൻ്റെ ഉടമസ്ഥാവകാശം എന്നെ ഏൽപ്പിക്കൂ, പിന്നെ അത് നിന്നെ ബുദ്ധിമുട്ടിക്കുകയേയില്ല എന്ന് രാമകൃഷ്ണദേവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദ്യമൊന്നും ഗിരീഷ് ചന്ദ്ര ഘോഷിന് അത്ര വിശ്വാസമായില്ല. എങ്കിലും ഠാക്കൂർ ആണല്ലോ പറയുന്നത്, ശരി എന്ന് പറഞ്ഞ് എന്തായാലും മനസ്സ് ഠാക്കൂറിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തന്റെ മനസ്സ് ഠാക്കൂറിനെ ഏൽപ്പിച്ചു എന്നുള്ള ധൈര്യത്തിൽ സമാധാനത്തോടെ അവിടെ നിന്ന് പോയി. പറയുന്നത് ഠാക്കൂറാണ്. ശരണാഗതി അടയാൻ ആ ഭക്തന് വിഷമമുണ്ടായില്ല. ദക്ഷിണേശ്വരത്തെ ജനങ്ങൾക്ക് രാമകൃഷ്ണദേവൻ എന്ന മഹാത്മാവ് അവതാര പുരുഷനാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് തൽക്കാലം അവിടെ നിന്ന് പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും രാമകൃഷ്ണദേവനെ കാണാൻ വന്നു. അപ്പോഴും അയാൾ അസ്വസ്ഥനായിരുന്നു. അല്പം വിഷമത്തോടെ അയാൾ പറഞ്ഞു, ഠാക്കൂർ, എന്റെ മനസ്സിപ്പോഴും എന്റെ വരുതിക്ക് നിൽക്കുന്നില്ല. രാമകൃഷ്ണദേവൻ വളരെ ഗൗരവത്തോടെ ചോദിച്ചു, അത് നിനക്കെങ്ങനെ പറയാൻ കഴിയും? നിന്റെ മനസ്സ് എനിക്ക് തന്നിട്ടല്ലേ നീ പോയത്. എനിക്ക് തന്ന ഒരു സാധനം പിന്നെ എങ്ങനെ നിന്റേതാകും? അത് കേട്ടതും അയാൾക്ക് ഒരു മിന്നൽ പിണർ ഏറ്റതുപോലെ തോന്നി. ഒരു നിമിഷം താനും ഈ പ്രപഞ്ചവും എല്ലാം ആ അവതാര പുരുഷനിൽ ലയിക്കുന്നതായി അനുഭവപ്പെട്ടു. ഒരു ദിവ്യ ദർശനത്തിന്റെ അത്ഭുത നിമിഷങ്ങളായിരുന്നിരിക്കണം അയാൾ അനുഭവിച്ചത്. പിന്നീട് ഒരിക്കലും ആ ഭക്തന് തന്നെക്കുറിച്ച് പരിതപിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് രാമകൃഷ്ണ വചനാമൃതത്തിൽ പറയുന്നത്. ജീവിതാവസാനം വരെ ഗിരീഷ് ചന്ദ്ര ഘോഷ് ദക്ഷിണേശ്വരം വിട്ടു പോയിട്ടുമില്ലാത്രേ. പറഞ്ഞു വന്നത്, ഈ ഒരു ആത്മസമർപ്പണത്തിന്റെ അല്ലെങ്കിൽ ശരണാഗതിയുടെ മനസ്സുമായി വേണം നമ്മൾ ഗീത പഠിക്കുവാൻ തുടങ്ങാൻ. അതിനുവേണ്ടിയാണ് ഭഗവാൻ വ്യാസാചാര്യനിലൂടെ അർജുന വിഷാദവും അർജുന ശരണാഗതിയും വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം അർജുനന്റെ വിഷാദം ഒരു രോഗത്തിന്റെ ലക്ഷണമായിരുന്നു. നമ്മൾ കണ്ടതാണ്, മാനസികമായി തളർന്ന ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന അർജുനൻ അല്ലേ. പക്ഷെ അത് സർവവും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവത് പാദങ്ങളിൽ ശരണം പ്രാപിക്കുവാൻ അർജുനന് കഴിഞ്ഞു. അത് മഹത്തായ ആത്മസത്യത്തിലേക്ക് ഉയർത്തുന്ന യോഗമായി മാറി. അതാണ് 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം കാണാൻ പോകുന്നത്. ഭഗവത്ഗീതയുടെ മുഴുവൻ സംഗ്രഹമായ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം വളരെ നന്നായി മനസ്സിലാക്കേണ്ട കാര്യമാണ് അർജുനന്റെ ശരണാഗതി. എപ്പോഴാണോ ഒരു ജീവൻ അതിൻ്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞ് സർവശക്തനായ ഭഗവാനിൽ ശ്രദ്ധയും ഭക്തിയും കൈക്കൊണ്ട് പൂർണ്ണമായും ആശ്രയിക്കുന്നത്, ഭഗവാനെ, ഇനി എനിക്ക് മറ്റൊരാശ്രയമില്ല, നീ മാത്രമേയുള്ളൂ എന്നുള്ള ആ ഒരു ശരണാഗതി എപ്പോൾ നമ്മളുടെ മനസ്സിൽ ആത്മാർത്ഥമായി വരുന്നു, അപ്പോൾ മാത്രമാണ് ഈ ഒരു ഭഗവത് കാരുണ്യം നമ്മിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുന്നത്. എങ്ങനെയെന്നാൽ അണകെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ജലാശയമാണ് ഭഗവത് കാരുണ്യം എന്നത്. അത് നമ്മിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ തന്നെ അതിനൊരു വഴിയുണ്ടാക്കണം. ഉയർന്ന തലത്തിലുള്ള ഒരു ജലാശയത്തിൽ നിന്നും വെള്ളം താഴേക്ക് പ്രവഹിക്കണമെങ്കിൽ നമ്മൾ അതിനൊരു ഉപകരണമായി വരണം. അതുപോലെ നമ്മളുടെ മനസ്സ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. ആ ഭഗവത് കാരുണ്യത്തിന് പാത്രമാകണം നമ്മൾ. അതാണ് അർജുനന് ലഭിച്ച ഭാഗ്യം. ഇതേപോലെ നമ്മൾക്കും എല്ലാവർക്കും ആ ഒരു ശരണാഗതിയുടെ മനസ്സോടെ എപ്പോൾ ഭഗവാനെ പ്രാപിക്കുവാൻ കഴിയുന്നോ അപ്പോൾ ഭഗവത് കാരുണ്യം നമ്മിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങുന്നു. ഭഗവാന്റെ കാരുണ്യം എപ്പോഴും അവിടെയുണ്ട്. അത് നമ്മിലേക്ക് എത്തിക്കുക എന്നത് നമ്മളുടെ ശ്രമം പോലെയിരിക്കും. അത് മനസ്സിലാക്കുവാനും അതിന് പാത്രമാകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. അർജുനനെ പോലെ നമുക്കേവർക്കും ആ ശരണാഗതിയുടെ മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരണാഗതിയുടെ മനസ്സുമായി നമ്മൾക്ക് ഗീതാപഠനം തുടരാം. അടുത്ത ക്ലാസ്സിൽ 2-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ തുടങ്ങാം. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീകൃഷ്ണാർപ്പണമസ്തു.